ഗോതമ്പിന്റെ പുട്ടാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇത് വറുക്കാത്ത ഗോതമ്പ് പൊടിയാണ്. ഞാൻ എപ്പോഴും പുട്ടുണ്ടാക്കുന്നതിന് മുമ്പ് പൊടി ഒന്ന് വറുക്കാറുണ്ട്. ഒത്തിരി ചുവക്കെ വറുക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് നല്ല ചുമപ്പ് കളറിൽ ഇത് വറുത്തെടുക്കുമ്പോഴേക്കും ആ ഗോതമ്പിന്റെ അതിന്റെ ടേസ്റ്റ് മണം ഒക്കെ ഒന്ന് മാറിപ്പോകും. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് അതിന്റെ പച്ചപ്പ് ഒന്ന് മാറി കിട്ടുന്നത് വരെ ഇതൊന്ന് വറുത്താൽ മതി. ഇപ്പോൾ പൊടി പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിന് ഇത് വറുത്താൽ മതി. ഇനി തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് നനച്ചെടുക്കാം. നമ്മൾ വറുത്ത് വെച്ച ഗോതമ്പ് പൊടി തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പാകത്തിന് വെള്ളം ചേർത്ത് നനച്ചെടുത്ത് പുട്ടുണ്ടാക്കാം. ഇനി അതിലേക്ക് ചേർക്കാനായിട്ട് ഞാൻ 1 കപ്പ് തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വെള്ളം എടുത്ത് വെച്ചിരിക്കുന്നത് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ആ 1 കപ്പ് വെള്ളം മുഴുവനും ഈ ഗോതമ്പ് പൊടി നനയ്ക്കാനായിട്ട് ആവശ്യം ഉണ്ടാവില്ല. അത് നനച്ചെടുക്കുമ്പോഴേക്കും എത്ര വെള്ളം ആവശ്യമുണ്ടാകും എന്നുള്ളത് അത് നനയ്ക്കുന്ന സമയത്ത് ഞാൻ പറയാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം. ഈ പൊടിയിലേക്ക് നേരിട്ട് ഉപ്പിട്ടാൽ അത് പാകമാകുമെന്ന് അറിയില്ലെങ്കിൽ ആ വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് ആ വെള്ളം കൊണ്ട് പൊടി നനച്ചെടുത്താൽ മതി. എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയിൽ നിന്നും കുറച്ച് തേങ്ങ കൂടി ഈ പൊടിയിലേക്ക് ചേർത്തിട്ടാണ് ഞാൻ അത് നനയ്ക്കുന്നത്. കുറേശ്ശെയായിട്ട് വെള്ളം തളിച്ചു കൊടുത്ത് വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട്. വെള്ളം ഒരുമിച്ച് ഒഴിക്കരുത്. ഈ പൊടി നനയ്ക്കാനായിട്ട് ചൂടുവെള്ളം വേണമെന്ന നിർബന്ധമൊന്നുമില്ല. ചെറിയ ചൂടുവെള്ളം ആയാലും തണുത്ത വെള്ളം ആയാലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ പൊടി നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ പാകം. നമ്മളിങ്ങനെ കയ്യിൽ ഉരുട്ടുമ്പോൾ അതിങ്ങനെ ഉരുണ്ട് വരണം. പിന്നെ അത് വിടുകയാണെങ്കിൽ അതിങ്ങനെ പൊടിഞ്ഞു പോവുകയും വേണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. മിക്സിയുടെ ജാറിൽ ഒട്ടും വെള്ളം ഉണ്ടാവാതെ ഒന്ന് ശ്രദ്ധിക്കണം. കുറേശ്ശെയായിട്ട് പൊടി നമുക്ക് ഇതിലേക്ക് ഇട്ടൊന്ന് പൾസ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ പൊടി നന്നായിട്ടൊന്ന് പൾസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുകൊണ്ട് പുട്ടുണ്ടാക്കാം. പുട്ടുകുറ്റിയിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടാം. ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് പുട്ടുപൊടി ഇടാം. ഇനി വീണ്ടും കുറച്ചും കൂടി തേങ്ങ ഇടാം. അതിന്റെ മുകളിൽ കുറച്ചുകൂടി പുട്ടുപൊടി ഇടാം. ഏറ്റവും മുകളിൽ തേങ്ങയും കൂടി വെച്ച് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാം. പുട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് മാറ്റാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുട്ടാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. കറിയുടെ കൂടെയോ പഴത്തിന്റെ കൂടെയോ ഒക്കെ കഴിക്കാവുന്നതുമാണ്. എല്ലാവരും ഗോതമ്പ് പുട്ട് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക.